യാത്രക്കിടയിൽ പെട്ടെന്നൊരു അത്ഭുതം പോലൊരു കാഴ്ച കണ്ടു. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത പോലൊരു എന്താണെന്ന് അറിയാൻ വേണ്ടി വണ്ടി നിർത്തി. നോക്കിയപ്പോൾ ഒറിജിനൽ ഫ്ലൈറ്റ് പോലെ തന്നെ ഉണ്ട്. ഞാൻ അകത്തേക്ക് കയറി നോക്കി. അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഫ്ലൈറ്റ് അകത്തോട്ട് കയറണമെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 200 രൂപ വെച്ചാണ്. പക്ഷേ യൂട്യൂബർമാർക്ക് ഇത്രയും വിലയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ ചുമ്മാതെ പറഞ്ഞ് യൂട്യൂബർ ആണെന്ന്. യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാറുണ്ടല്ലോ. അപ്പോൾ അതിനും വേണ്ടി അവർ യൂട്യൂബൊന്നും കയറി നോക്കിയൊന്നുമില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അവർ സമ്മതിച്ചു. പൈസ കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറി. കറക്റ്റ് ഒറിജിനൽ ഫ്ലൈറ്റ് പോലെ തന്നെ ഉണ്ട്. അതെ, പൈലറ്റുമാരൊക്കെ ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. എല്ലാം അതുപോലെ തന്നെ, സജ്ജീകരണം എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നില്ല. പൈസ കൊടുക്കാതെ അകത്ത് കയറാൻ പറ്റി. അതെ, അവിടെ ഇത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റോറൻറ്റ്. നമുക്ക് ഫുഡൊക്കെ ഇരുന്ന് ഇവിടെ നിന്ന് കഴിക്കാം. പക്ഷേ ഫുഡ് കഴിക്കണമെങ്കിൽ 200 രൂപ കൊടുത്താൽ അകത്ത് കയറ്റത്തുള്ളൂ. അകത്ത് കയറ്റണമെങ്കിൽ 200 രൂപ കൊടുക്കണം. അകത്ത് കയറി എല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. ഒരു ക്യാബിൻ പോലെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. പക്ഷെ നല്ലൊരു രസമുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക ഒരു ഫീല് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. ഒരു പ്രത്യേക ഒരു ഫീലുണ്ട് അകത്തിരുന്ന് കഴിക്കാൻ. ഫ്ലൈറ്റിൻ്റെ മുകളിൽ അത് സൂപ്പർ തന്നെ കേട്ടോ. അതിൻ്റെ അതിരുന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ അടിപൊളി കിടിലൻ തന്നെ. അത് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഇതിൻ്റെ അകം ഫുള്ളെല്ലാം ഒരു സെറ്റായിട്ട് തന്നെ. താഴെ നിന്ന് കഴിക്കുന്നതിന് എക്സ്ട്രാ പൈസയൊന്നുമില്ല. ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ 200 രൂപ കൊടുക്കണം. പിന്നെ യൂട്യൂബർമാർക്ക് ഇത്രയും വിലയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ. ചുമ്മാ യൂട്യൂബർ എന്ന് പറഞ്ഞപ്പം തന്നെ എന്നെ ഫ്രീ ആയിട്ട് കയറ്റി വിട്ടു കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് നൈസായിട്ട്. പക്ഷെ എല്ലാം ഒറിജിനാലിറ്റി തന്നെയല്ലേ, കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഒറിജിനൽ പോലെ തന്നെ അതേപോലെ പണിഞ്ഞു വെച്ചേക്കുവാണ്. എല്ലാം സെറ്റായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.